Welcome back to Sunday vlog. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. ഇനി അപ്പോൾ അതൊന്ന് ക്ലീനാക്കി നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ക്ലീൻ ആക്കണം. അപ്പോൾ ഇതിൻ്റെ പ്ലെയിനായിട്ട് നീങ്ങി പോകും. അപ്പോൾ അതേ നമ്മൾ മീനൊക്കെ നല്ലപോലെ കഴുകി ഇനി വെള്ളം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. വറക്കാനുള്ളതാണ്. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഹാച്ചിയുടെ ഫിഷ് ഫ്രൈ മസാല ആഡ് ചെയ്ത് നല്ലോണം ഇതൊന്ന് തിരുമ്പി പിടിപ്പിക്കാം. പിന്നെ ലേശം മല്ലിയിലയും നാരങ്ങ ഇടുന്നുണ്ട് കേട്ടോ. മല്ലിയിലയല്ല, മല്ലിപ്പൊടി നാരങ്ങ ഒഴിച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് തിരുമ്പി പിടിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് തിരുമ്പി നല്ലോണം വെച്ച് അപ്പോൾ ഇതിൽ നിന്ന് ദാൽ മട്ടറാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പോൾ നമ്മുടെ തുവരമ്പരിപ്പും മട്ടറും സബോളയും വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി ആഡ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ട് നമ്മളിത് ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിലും പിന്നെ ഇതിൻ്റെ പ്രഷർ മൊത്തമായിട്ട് പോകാൻ വേണ്ടി ഒരു 15 മിനിറ്റ് നമുക്ക് വെച്ച് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ചട്ടി വെച്ചു. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക്, ജീരകം, അതുപോലെ തന്നെ പെരുംജീരകം, കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് വഴറ്റി വരുമ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ വെളുത്തുള്ളിയുടെ ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്നതോട് കൂടി നമുക്ക് ഇതിലേക്ക് ഓണിയൻ സബോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സബോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് കൂടെ കുറച്ച് ക്യാരറ്റ് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് ലേശം ഉപ്പിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു 2 മിനിറ്റ് നമ്മൾ ഇട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൊണ്ടയ്ക്ക് ലേശം പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇതാവും. അപ്പോൾ അത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മളൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലേശം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് കായപ്പൊടി ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ആ പരിപ്പും മട്ടറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കാം. ഇത് മസാലയൊക്കെ ഇട്ടതിന് ശേഷം അപ്പോൾ ഇത് നമ്മുടെ എല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ലേശം പഞ്ചസാരയാണ്. പഞ്ചസാര നോർത്ത് ഇന്ത്യൻ ഡിഷിൽ ഓൾറെഡി ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ഡിഷിലും ഒരു ലേശം പഞ്ചസാര ആഡ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത മല്ലി ഇതും കൂടി ഇട്ട് മല്ലിലീഫും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്കറിൻ്റെ ആ മൂടി വെച്ചിട്ട് തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ അത് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത മീൻ വറുക്കണ്ടേ. അപ്പോൾ 4 തല എടുത്തിട്ട് ഞാൻ വറുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ So hope you guys are enjoying the today's vlog and see you on next another any interesting cooking video or travel video. Till then, signing off, RJ Vlog.